dear students, Calicut University first semester BCom FIOGP Management Principles and Application തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള പ്ലാനിങ്ങിൻ്റെ തേർഡ് പാർട്ട് വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണ് ഡെസിഷൻ മേക്കിംഗ് ആൻഡ് വാട്ട് ആർ ദ പ്രോസസ് ഇൻവോൾവ് ഇൻ ഡെസിഷൻ മേക്കിംഗ്. എന്താണ് ഡെസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ആൻഡ് ഓൾസോ എന്തൊക്കെ പ്രോസസ്സാണ് ഡെസിഷൻ മേക്കിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഡെസിഷൻ മേക്കിംഗ് എന്നുള്ളത് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. നമ്മൾ കോളേജിൽ നിന്നാവട്ടെ ഫാമിലിയിൽ നിന്നാവട്ടെ ഒരു ടൂർ പോകുന്നതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ഒരുപാട് പ്ലേസസ് ഉണ്ടായിരിക്കും. എവിടെ പോകണം, എങ്ങനെ പോകണം എന്നുള്ളതിന് നമ്മുടെ മുമ്പിൽ ഒരുപാട് ചോയ്സസ് ഉണ്ടായിരിക്കും. ആൻഡ് ഓൾസോ അതിൽ നിന്നും നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫണ്ടിന് അനുയോജ്യമായിട്ട് ആ ഫണ്ടിൽ നമുക്ക് എത്രത്തോളം എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്ന രീതിയിൽ നമുക്ക് എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. അതായത് നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരുപാട് ചോയ്സസ് ഉണ്ടായിരിക്കും, ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും. ആൻഡ് ആ ഒരു ഓൾട്ടർനേറ്റീവ്സിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആൻഡ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആ ഒരു ഓൾട്ടർനേറ്റീവിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, സെലക്ട് ചെയ്യുന്നുണ്ടാവുക. സോ അതിനെയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. നൗ വി ക്യാൻ സീ, ഇവിടെ നമുക്ക് എന്ത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്, ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ decision making involve the selection of a course of action from among two or more possible alternatives in order to arrive at a solution for a given problem. അപ്പോൾ നമുക്കിടയിലുള്ള ഒരു പ്രോബ്ലം, നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താ, നമുക്ക് എവിടെ പോകണം, എങ്ങനെ പോകണം എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രോബ്ലം. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ഉണ്ടാവില്ലേ, ആ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിന് നമ്മൾ സൊല്യൂഷനിലെത്താണ്. ആ സൊല്യൂഷനിലെത്തുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ ഒരുപാട് ചോയ്സസ് ഉണ്ടായിരിക്കും. ആ ഒരുപാട് ചോയ്സസിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരുപാട് ഓപ്ഷൻസിൽ നിന്നും നമുക്ക് ബെസ്റ്റ് ആൻഡ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷന് നമ്മൾ എന്ത് ചെയ്യാണ്, സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതിനെയാണ് എന്തെന്ന് പറയുക, ഡെസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡെസിഷൻ മേക്കിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഡെസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ അതിലധികമോ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ ഓൾട്ടർനേറ്റീവ്സിൽ നിന്നും ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ആൾസോ ഇതൊരു സെലക്ഷൻ പ്രോസസ്സാണ് അല്ലേ. മാത്രമല്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ആൻഡ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി. നമ്മൾ എന്ത് ചെയ്യേണ്ട, ബുദ്ധിപൂർവമായിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടതാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. എവറി ഡിസിഷൻ എഫക്റ്റ് ദ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. ഒരു ഡിസിഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ പാസ്റ്റ് നോക്കും, ആൻഡ് ആൾസോ അവിടെ പ്രസൻറ്റിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കും. ആൻഡ് മെജോറിറ്റി ഡിസിഷൻ എന്തിൻ്റെ ബേസിലായിരിക്കും, ഫ്യൂച്ചറിൻ്റെ ബേസിലായിരിക്കും അല്ലേ. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഫ്യൂച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നുണ്ടാവുക. സോ ഫ്യൂച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മുടെ പ്രസൻറ്റിലുള്ള അവസ്ഥ എന്താണ്, ആൻഡ് ആൾസോ ആ ഡിസിഷൻ പാസ്റ്റിലെടുത്തപ്പോൾ ഉണ്ടായിട്ടുള്ള കോൺസിക്വൻസസ് എന്തൊക്കെയാണ് എന്നെല്ലാം നമ്മളിവിടെ കൺസിഡർ ചെയ്യും അല്ലേ. ദെൻ ഡിസിഷൻ ഹാവ് വൈഡ് റേഞ്ചിങ് ലോങ് ടേം ആൻഡ് ലാസ്റ്റിംഗ് എഫക്റ്റ്. ആൻഡ് ഡിസിഷൻ ആർ ദ ടൂൾസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ടൂളാണ് എന്തെന്ന് പറയുക, ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുക. ഒരു സ്ഥാപനത്തിലെ ഡിസിഷൻ മേക്കിംഗ് റോങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള എല്ലാ വർക്കിംഗ് പ്രോസസ്സും റോങ് ആവില്ലേ. ദെൻ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് എന്തൊക്കെ പ്രോസസ്സാണ് ഡിസിഷൻ മേക്കിങ്ങിനുള്ളത്. ആദ്യം തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്, ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഐഡൻറ്റിഫൈ ആൻഡ് ഡിഫൈൻ ദ പ്രോബ്ലം. എന്താണ് പ്രോബ്ലം എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് അവിടെ ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിന് അനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻസ് ഫൈൻഡ് ചെയ്യാനോ സാധിക്കില്ല അല്ലേ. എന്താണ് പ്രോബ്ലം എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു അല്ലെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്രോബ്ലത്തിന് പകുതി സൊല്യൂഷനായി എന്നുള്ളതാണ്. ആൻഡ് ദ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഡയഗ്നോസ് ദ പ്രോബ്ലം. പ്രോബ്ലം എന്താണെന്നുള്ളത് നമ്മൾ ഡയഗ്നോസ് ചെയ്യുക. ദാറ്റ് മീൻസ് എന്ത് കോസസ്, എന്ത് കാരണം കൊണ്ടാണ് ആ ഒരു പ്രോബ്ലം അറൈസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ കോസസ്, ഡയമെൻഷൻസ്, ഡിഗ്രി ഓഫ് സെവറിറ്റി ആൻഡ് ഒറിജിൻ, സോ ദാറ്റ് റിമീഡിയൽ ആക്ഷൻസ് ക്യാൻ ബി ടേക്കൺ. മാനേജേഴ്സ് ഗെറ്റ് ദ കോർ ഓഫ് ദ പ്രോബ്ലം ആൻഡ് ഐസൊലേറ്റ് ദ പ്രോബ്ലം ഇൻ എ സെപ്പറേറ്റ് കാറ്റഗറി ഓഫ് ദ ഓപ്പറേഷൻ ഈസ് കോൾഡ് പ്രോബ്ലം സോൾവിങ് ഏരിയ. ദെൻ തേർഡ് പോയിൻ്റാണ് സീക്ക് ഫാക്ട്സ് എന്ന് പറയുന്നത്.
നമ്മൾ പ്രോബ്ലം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനേജർ പിന്നീട് അവിടെ സെർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെലവൻറ്റ് ഇൻഫർമേഷൻസ് ആണ്. അങ്ങനെ നമുക്ക് റെലവൻറ്റ് ഇൻഫർമേഷൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും, ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻസിലോട്ട് എത്താൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ ആ ഒരു പ്രോബ്ലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും, ഡാറ്റാസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലേ. യെസ്, ദസ് ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നത് മേ ബി ഇൻറ്റേർണൽ ഫാക്ടേഴ്സിൽ നിന്നാവാം, അതല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ നിന്നാവാം. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്താണ്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ പ്രീവിയസ് വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇവിടെ നമ്മൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നത് പൊളിറ്റിക്കൽ, എക്കണോമിക്, സോഷ്യൽ ഫാക്ടേഴ്സ് ഒക്കെയാണല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ നിന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പ്രോബ്ലവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസിനൊക്കെ കളക്ട് ചെയ്യും. ദെൻ നെക്സ്റ്റ് ഫോർത്താണ് ഡിറ്റർമിനേഷൻ ഓഫ് പോസിബിൾ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻസൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇൻഫർമേഷൻസൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ ആ ഒരു പ്രോബ്ലത്തിന് ആപ്റ്റായിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ് ഇവിടെ നോക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ആ ഒരു പ്രോബ്ലത്തിന് ആപ്റ്റായിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് എന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് അത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒന്നാണ് എന്നും വേരിയബിൾ ആയിട്ടുള്ള ഒന്നാണ് എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യുക. ആൻഡ് ടൈം ആൻഡ് കോസ്റ്റ് കോൺസ്ട്രെയിൻസ് ആർ ടു ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. നമുക്ക് വരുന്ന ആ ഒരു ടൈം, കോസ്റ്റ് അതെന്ത് ചെയ്യണം, നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് the alternatives are to be developed once the alternative selected may not be the copy of old ones. അതായത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നത് ഒരിക്കലും മറ്റൊന്നിനെ കോപ്പി ചെയ്യുന്നതായിരിക്കരുത്. ആൻഡ് ആൾസോ നെഗറ്റീവ് ആസ്പെക്ട് ഷുഡ് നോട്ട് അവോയ്ഡഡ് വൈൽ ലിസ്റ്റിംഗ് ദ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. നെഗറ്റീവ് ആസ്പെക്റ്റും എന്ത് ചെയ്യരുത്, നമ്മൾ ഈ ആൾട്ടർനേറ്റീവ് കോഴ്സ് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവോയ്ഡ് ചെയ്യരുത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഇവലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. ആദ്യം നമ്മളിപ്പോൾ ആൾട്ടർനേറ്റീവ്സ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ദെൻ അതിന് ശേഷം നമ്മൾ ഓരോ ആൾട്ടർനേറ്റീവ്സിനെ എന്ത് ചെയ്യുക, ഇവലുവേറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇവലുവേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സൗണ്ടായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സൗണ്ടായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് പറയുന്നത് ഗുഡായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സം സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ സം ക്രൈറ്റീരിയാസ് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. ആ ക്രൈറ്റീരിയ ആണ് റിസ്ക്, എലമെൻറ്റ്സ് ഓഫ് റിസ്ക്, എക്കണോമി ഓഫ് എഫേർട്ട്, അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് ആൻഡ് എക്സ്പെക്റ്റഡ് റിസൾട്ട് എന്ന് പറയുന്നത്. ദെൻ സെലക്ഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. നമ്മൾ എന്താണ് ആൾട്ടർനേറ്റീവ്സ് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുകയും അതിനെ ഇവലുവേറ്റ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ബെസ്റ്റ് ആൻഡ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ്സിനെ നമ്മൾ എന്ത് ചെയ്യും, മോസ്റ്റ് റേഷണൽ ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ്സിനെ നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും എന്നുള്ളതാണ്. ദെൻ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഓൾട്ടർനേറ്റീവ്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അങ്ങനെ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഓൾട്ടർനേറ്റീവ്സിനെ എംപ്ലോയീസ് ആയിട്ട് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ആയിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷനിലുള്ള മെമ്പേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ആൻഡ് ആൾസോ അതിനെന്ത് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ നോക്കുന്നത് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. ഇപ്പോൾ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എന്താണെന്നുള്ളതിൻ്റെ മീനിങ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ടായിരിക്കും. ആ ഒരുപാട് ചോയ്സസിൽ നിന്ന് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സിനെ സെലക്ട് ചെയ്യുന്നതിനെയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുക അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നതും. പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ത്രൂ വിച്ച് മാനേജേഴ്സ് ഐഡൻറ്റിഫൈ ദ ഓർഗനൈസേഷണൽ പ്രോബ്ലംസ് ആൻഡ് സോൾവ് ദം. അപ്പോൾ പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെപ്രസെൻറ്റ് ദ ഗ്രൂപ്പ്സ് അറ്റംപ്റ്റ് ടു അനലൈസ് the problem in detail so that good decisions can be made. അപ്പോൾ പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പ്രോബ്ലത്തിനെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ എന്ത് ചെയ്യാണ്, അനലൈസ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ അല്ലേ. അപ്പോൾ ദ സ്റ്റെപ്പ് വൈസ് പ്രോസസ് ക്യാൻ ബി ഫോളോഡ് ഇൻ സോൾവിങ് പ്രോബ്ലംസ് ആൻഡ് മേക്കിംഗ് സൗണ്ട് ആൻഡ് ടൈംലി ഡിസിഷൻസ്. അപ്പം നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും അവിടെയും കുറച്ച് സ്റ്റെപ്സ് വരുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റെപ്സ് ആണെങ്കിൽ നമ്മൾ പറയുന്ന ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം, എന്താണ് പ്രോബ്ലം എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക ആൻഡ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസിനൊക്കെ നമ്മൾ ശേഖരിക്കുക ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡെവലപ്പ് കോഴ്സ് ഓഫ് ആക്ഷൻസ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുക, ആൾട്ടർനേറ്റീവ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക ആൻഡ് ഇതിനെ അനലൈസ് ആൻഡ് കമ്പയർ ചെയ്യുക, മറ്റു ഓൾട്ടർനേറ്റീവ്സുമായിട്ട് അനലൈസ് ചെയ്യുക, കമ്പയർ ചെയ്യുക ആൻഡ് നമ്മളൊരു ഡിസിഷൻസ് മേക്ക് ചെയ്യുക. ദാറ്റ് മീൻസ് എന്ത് ചെയ്യണം, നമ്മളതിൽ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷനെ സെലക്ട് ചെയ്യുന്നു ആൻഡ് ഒരു പ്ലാൻ നമ്മൾ അങ്ങനെ ഉണ്ടാക്കുന്നു. ഇന്ന ഒരു ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു അല്ലേ.
ഏതാണ് ബെസ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ അവിടെ ഒരു പ്ലാൻ ആക്ച്വലി അവിടെ മേക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പ്ലാനിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് എന്തായി, നമ്മുടെ പ്രോബ്ലം എന്തായി അവിടെ സോൾവ് ആവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇത് നമ്മൾ പറയുന്നത് സ്ട്രാറ്റജീസ് ഫോർ എഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. ഓക്കെ, നമുക്ക് സ്ട്രാറ്റജീസാണ് എന്തിനു വേണ്ടിയിട്ടാണ്, എഫക്റ്റീവ് വളരെ കാര്യക്ഷമമായിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനും പ്രോബ്ലം സോൾവിങ്ങിനെയും ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സ്ട്രാറ്റജിയാണ് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ബ്രെയിൻസ്ട്രോമിങ് സ്ട്രാറ്റജി ഉണ്ട്, ക്രിയേറ്റീവ് തിങ്കിങ് സ്ട്രാറ്റജി ഉണ്ട്, ഫ്ലിപ്പ് ഫ്ലോപ്പിംഗ് ഡിസിഷൻ മേക്കിംഗ് സ്ട്രാറ്റജി ഉണ്ട്, ആൻഡ് ആൾസോ ട്രയൽ ആൻഡ് എറർ സ്ട്രാറ്റജി ഉണ്ട്, കൊളാബറേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്. ഇങ്ങനെ ഒരു 5 സ്ട്രാറ്റജീസാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിന് ഞാൻ ഒരുപാട് സമയം സൊല്യൂഷൻസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് എനിക്കതിന് സൊല്യൂഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ആവുന്ന സമയത്ത് ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ വന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, അതിനാവശ്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾ പറഞ്ഞു തരണം എന്നുള്ളത്. ഞാൻ നിങ്ങളോട് പറയുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തരുടെയും മൈൻഡിൽ മേ ബി ഓരോരോ സൊല്യൂഷൻസ് ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഒരു ഗ്രൂപ്പിലുള്ള ആ ഒരു മെമ്പേഴ്സിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യൂലേ, അതിനെയാണ് എന്തെന്ന് പറയാം, ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയാം കേട്ടോ. അവിടെ ഒരാളെ ബുദ്ധി മാത്രമാണോ അവിടെ വർക്ക് ചെയ്യുന്നതല്ല അല്ലേ, ഒരുപാട് ആളുകളുടെ ബുദ്ധി അവിടെ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഇറ്റ് ഇൻവോൾവ് ദ യൂസ് ഓഫ് ഗ്രൂപ്പ് ഹൂസ് മെമ്പേഴ്സ് ആർ പ്രസൻറ്റഡ് വിത്ത് പ്രോബ്ലം ആൻഡ് ആർ ആസ്ക്ഡ് ടു ഡെവലപ്പ് മെനി പൊട്ടൻഷ്യൽ സൊല്യൂഷൻ ആസ് പോസിബിൾ. അതായത് ആ ഒരു പ്രോബ്ലവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന് ആപ്റ്റായിട്ടുള്ള പൊട്ടൻഷ്യൽ, ഇത് മീൻസ് സാധ്യതയുള്ള എന്താണ് സൊല്യൂഷൻസ് എന്ത് ചെയ്യാണ്, അവരവിടെ എന്ത് ചെയ്യാണ്, കണ്ടെത്താണ് കേട്ടോ. അപ്പോൾ അതിനെയാണ് എന്ത് പറയുക, ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫർമേഷൻസും ആൾട്ടർനേറ്റീവ്സും ഒക്കെ സെർച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് വേസ് ഉണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, എഫക്റ്റീവ് മാനേജേഴ്സ് യൂസ് ആൾ ദെയർ കപ്പാസിറ്റീസ് സച്ച് ആസ് അനലറ്റിക്സ് ആൻഡ് ക്രിയേറ്റീവ്, കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് ആൻഡ് സിക് ബോത്ത് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ഇൻവോൾവ്മെൻറ്റ് ഇൻ ദ സ്റ്റേജ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് അല്ലേ. അതായത് ഒരു എഫക്റ്റീവ് മാനേജറാണ് എന്നുണ്ടെങ്കിൽ അവരവരുടെ മാക്സിമം കപ്പാസിറ്റി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും, ഒരു നല്ല ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അല്ലേ. അപ്പോൾ ദ ബേസിക് റിക്വയർമെൻറ്റ് അറ്റ് ദ സ്റ്റേജ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ടു ബിക്കം മോർ ക്രിയേറ്റീവ്. അപ്പോൾ ഇതിലുള്ള പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് നമ്മൾ ആൾട്ടർനേറ്റീവ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ഇൻ ഓർഡർ ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ആൻഡ് കോൺഫിഡൻസ് വി ഹാവ് ബിലീവ് ദ ഡിസിഷൻസ് വി മേക്ക് അല്ലേ, ആസ് വെൽ ആസ് ഡെവലപ്പിംഗ് മോർ ട്രസ്റ്റ് ഇൻ ദ ഡിസിഷൻസ് ഓഫ് അതേഴ്സ് മേക്ക്. ഓക്കെ, അതായത് നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ഡിസിഷൻസിൻ്റെ ക്വാളിറ്റീസൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതുപോലെ തന്നെ മറ്റുള്ളവർ ടേക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഡിസിഷൻസൊക്കെ നമുക്കൊരു ട്രസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ഡിസിഷൻസിൽ നമ്മൾ ബിലീവ് ചെയ്യണം അല്ലേ. കൺസിഡർ ദ ഇമ്പാക്റ്റ് ഓഫ് അവർ ഇമോഷൻസ്, വിഷൻസ്, നീഡ്സ് ഓൺ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. ഇപ്പോൾ ഇവിടെ എന്തൊക്കെ കൺസിഡർ ചെയ്യും, നമ്മളൊരു ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് അത് നമ്മുടെ ഇമോഷൻസിനെ എങ്ങനെ ബാധിക്കും, നമ്മുടെ വിഷൻസിനെ എങ്ങനെ ബാധിക്കും, ഓക്കെ, നമ്മുടെ നീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, റിക്വയർമെൻറ്റ്സ് അല്ലേ, നമ്മുടെ ആവശ്യങ്ങളെ എങ്ങനെ ബാധിക്കും എന്നുള്ളതൊക്കെ നമ്മൾ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, എന്തൊക്കെയാണ് അതിൻ്റെ ഫലങ്ങൾ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഒരു ഡിസിഷൻസ് എടുക്കുള്ളൂ കേട്ടോ. ദെൻ ഫ്ലിപ്പ് ഫ്ലോപ്പിംഗ് ഡിസിഷൻ മേക്കിംഗ് സ്ട്രാറ്റജി. Sometimes the top executive find themselves in a situation where they have to suddenly alter a decision already taken and being implemented. അതായത് ചില സമയത്ത് നമ്മളവിടെ ഓൾറെഡി ഡിസിഷൻസൊക്കെ ടേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാണ്, നമ്മുടെ ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ആ ഒരു സിറ്റുവേഷൻസ് അവരെന്ത് ചെയ്യും, മനസ്സിലാക്കിക്കൊണ്ട് ഓരോ സിറ്റുവേഷൻസ് വരാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവരെന്ത് ചെയ്യാണ്, നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ഡിസിഷൻസിൽ പെട്ടെന്ന് ഓൾട്ടർ മീൻസ് എന്താ, ചേഞ്ച് വരുത്താണ്. അതിനെയാണ് എന്തെന്ന് പറയുക, ഫ്ലിപ്പ് ഫ്ലോപ്പിംഗ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ നമ്മൾ ഓൾറെഡി ടേക്ക് ചെയ്തിട്ടുള്ള ഡിസിഷൻസിൽ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യാണ്, മാറ്റങ്ങൾ വരുത്താണ് കേട്ടോ. പിന്നെ പറയുന്നത് ട്രയൽ ആൻഡ് എറർ സ്ട്രാറ്റജീസ്. ഒരു ഡിസിഷൻ നമ്മൾ മെയ്ഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, വളരെ മൈന്യൂട്ടായിട്ട് വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ നിരീക്ഷിക്കും, മോണിറ്റർ ചെയ്യും. വെൻ ദ ഡീവിയേഷൻസ് ഫ്രം ദ ഡിസൈർഡ് ഔട്ട്കം ആർ ഡിസ്കവേർഡ്, നമ്മൾ
നമ്മളിപ്പോൾ ഒരു ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് അതിനിപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഔട്ട്കം ആയിരിക്കും നമുക്ക് കിട്ടുക, ഇത്തരത്തിലുള്ള ഒരു റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക എന്നുള്ളത് നമ്മൾ കരുതിയിട്ടായിരിക്കും ഒരു ഡിസിഷൻസ് എടുക്കുന്നുണ്ടാവും അല്ലേ. പക്ഷേ ആ ഒരു ഡിസിഷൻസിൽ എന്തെങ്കിലും ഡീവിയേഷൻ, ദാറ്റ് മീൻസ് അവിടെ എന്തെങ്കിലും പ്രോബ്ലംസ്, എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യും, അഡ്ജസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് മെയ്ഡ് ചെയ്യും അല്ലേ. ഈ ഒരു പ്രോസസ്സിനെയാണ് ദിസ് പ്രോസസ് ഈസ് റിപ്പീറ്റഡ് അണ്ടിൽ ദ ഡിസൈർഡ് ഔട്ട്കം ഈസ് റീച്ച്ഡ്. അതായത് നമ്മളൊരു ഡിസിഷൻസൊക്കെ ടേക്ക് ചെയ്തു, അങ്ങനെ ഡിസിഷൻസൊക്കെ ടേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് കിട്ടുന്ന ഔട്ട്കം നമ്മൾ പ്രതീക്ഷിച്ച ഔട്ട്കം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രതീക്ഷിച്ച ഔട്ട്കം കിട്ടുന്നത് വരെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. കൊലാബറേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് ആണ് ഫൈനൽ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജിയിൽ വരുന്നത്. ഈ കൊലാബറേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പോലെ തന്നെ മൾട്ടിപ്പിൾ പീപ്പിൾസിൻ്റെ കൊലാബറേഷൻസിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിസിഷൻസ് എടുക്കുന്നത് കേട്ടോ. ഇവിടെ ഡിസിഷൻസ് എടുക്കുന്നത് ടീം അല്ലെങ്കിൽ ഗ്രൂപ്പ്സിലൂടെ നമ്മൾ ഡിസ്കസ് ഒക്കെ ചെയ്തിട്ടായിരിക്കും ഇവിടെ ഡിസിഷൻസ് എടുക്കുന്നുണ്ടാവുക. സോ ഇവിടെ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് സ്ട്രാറ്റജി ഹെൽപ്പ് ടു എൻഷുവർ ടീം മെമ്പേഴ്സ് ഫീൽ ദം മാനേജേഴ്സ് വാല്യൂ ദെയർ ഒപ്പീനിയൻ അല്ലേ. അപ്പോൾ ഇവിടെ മേ ബി സംടൈംസ് എന്ത് ചെയ്യും, എംപ്ലോയീസിനെ കൂടിയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കും, എംപ്ലോയീസിനെ കൂടി അവരുടെ ഒപ്പീനിയൻസോടെയൊക്കെ ചോദിക്കും അല്ലേ. അങ്ങനെ ആവുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, മാനേജ്മെൻറ്റിനോട് ഒരു ട്രസ്റ്റ് കൂടും. കാരണം എന്താ, അവരുടെ ഒപ്പീനിയൻസിനോട് അവിടെ ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് അവർക്ക് അവിടെ വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് MBO ആണ്. MBO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് കേട്ടോ. മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പീറ്റർ എഫ് ഡ്രക്കറാണ് കേട്ടോ. പീറ്റർ എഫ് ഡ്രക്കറാണ്. ആൻഡ് അദ്ദേഹം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 1964 ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 1964 കേട്ടോ. പീറ്റർ എഫ് ഡ്രക്കറാണ്. പിന്നീട് ഇതിനെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്, മോഡിഫിക്കേഷനൊക്കെ ഇതിൽ നടത്തിയിട്ടുണ്ട്. എനിവേ എന്താണ് MBO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, MBO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓർഗനൈസേഷനിൽ അവിടെയുള്ള മാനേജേഴ്സും എംപ്ലോയീസൊക്കെ ചേർന്നിട്ട് അവർ ആ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളത് തീരുമാനിക്കുകയും ആൻഡ് ആൾസോ ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്യുന്നതിനെയാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കും കൂൻസ് ഓ ഡോണൽ നൽകിയിട്ടുള്ള ഡെഫിനിഷൻ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ MBO എന്ന് പറയുന്നത് എ കോംപ്രഹെൻസീവ് മാനേജീരിയൽ സിസ്റ്റം ദാറ്റ് ഇൻറ്റിഗ്രേറ്റ് മെനി കീ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ കോൺഷ്യസ്ലി ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് അച്ചീവ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. അതായത് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജീരിയൽ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഭയങ്കര സങ്കീർണമായിട്ടുള്ള വലിയൊരു സംഭവമാണല്ലേ അത്. അപ്പോൾ അവിടെയുള്ള ഓരോ ആക്ടിവിറ്റീസിനെയും നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസിനെയും നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ, കൂട്ടിച്ചേർക്കുകയാണ് കേട്ടോ. അങ്ങനെ കൂട്ടിച്ചേർക്കുന്നത് എങ്ങനെയാണ്, ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ ഒരു ഓർഡറിലൊക്കെ നമ്മൾ കൂട്ടിച്ചേർക്കുകയാണ് കേട്ടോ. അങ്ങനെ കൂട്ടിച്ചേർക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ആ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് ഭയങ്കര എഫിഷ്യൻ്റായിട്ട് അല്ലെങ്കിൽ ഭയങ്കര എഫക്റ്റീവായിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ കീ എന്നുള്ളത് വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് എന്താണ് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താക്കോലാണ് അല്ലേ. എന്തൊരു സംഭവം നമുക്ക് തുറക്കണമെങ്കിൽ എന്ത് വേണം, താക്കോലുമാണ് അല്ലേ, പൂട്ടി കിടക്കുന്ന എന്തോ. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നുള്ളൊരു മീനിങ് ആണ് കീക്കുള്ളത് കേട്ടോ, ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദ ഫീച്ചേഴ്സ് ഓഫ് MBO ആണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഫീച്ചേഴ്സിൽ വരുന്നത്, ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഗോൾസിലോട്ടും ആൻഡ് ആ ഗോൾസിൻ്റെ അച്ചീവ്മെൻറ്റ്സിലോട്ടാണ്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം എന്നാണ് കേട്ടോ, ടേം ആണ് കേട്ടോ. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സ് ആണ്. ആൻഡ് ആൾസോ MBO ഫിലോസഫി ഓർഗനൈസേഷനെ നോക്കിക്കാണുന്നത് ഒരു ഡൈനാമിക് എൻറ്റിറ്റി ആയിട്ടാണ് കേട്ടോ, ഡൈനാമിക് എൻറ്റിറ്റിയാണ്. മാത്രമല്ല നമ്മളിവിടെ ഒരു കോൺസ്റ്റൻ്റ് അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് കോൺസ്റ്റൻ്റ് അറ്റൻഷൻ കൊടുക്കുന്നത്, നമ്മുടെ ഗോൾസിലൊക്കെ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തണമെങ്കിലും നമ്മുടെ ഗോൾസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളുടെ അതിനോടുള്ള ഒരു സമീപനങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആ സമീപനങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഓഫ് എക്സ്പീരിയൻസ് ഒക്കെ. ആൻഡ് മാത്രമല്ല എംഫസൈസ് ഓൺ എഫക്റ്റീവ് പെർഫോമൻസ് കേട്ടോ, ആണ് എഫക്റ്റീവ് പെർഫോമൻസ്
performance. Okay, it provides guidelines for appropriate systems, procedures, delegation of authority, allocation of resources അല്ലേ. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്, മാനേജേഴ്സും എംപ്ലോയീസൊക്കെ കൂടി ചേർന്നിട്ട് അവർ ഡിറ്റർമിൻ ചെയ്യാണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കണം, നമ്മൾ മുൻകൂട്ടി എടുക്കണം. എല്ലാവരുടെ പാർട്ടിസിപ്പേഷൻ അവിടെ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ദെൻ പീരിയോഡിക് റിവ്യൂ ഓഫ് പെർഫോമൻസ്. ഓരോ പീരീഡ് കഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഈച്ച് പീരീഡിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഓർഗനൈസേഷൻ്റെ പെർഫോമൻസിനെ നമ്മൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ റിവ്യൂ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഓർഗനൈസേഷനിലെ പെർഫോമൻസിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് എംപ്ലോയീസ് ശ്രമിക്കുകയും ചെയ്യും അല്ലേ. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ നോട്ട് റെഗുലർലി ഇങ്ങനെ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യും, ആ നോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കില്ലേ. പീരിയോഡിക് ഒരു റിവ്യൂ അവിടെ നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും അതിനനുസരിച്ച് ഇമ്പ്രൂവ് ആവില്ലേ. സോ അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. ദെൻ നമ്മളിനി നോക്കുന്നത് MBOൻ്റെ സ്റ്റെപ്സാണ്. സ്റ്റെപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റെപ്സിൽ വരുന്നതാണ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. അതിൽ നിന്ന് നമ്മൾ സ്റ്റെപ്സിൽ ഇൻവോൾവ് ആവുന്നത് എന്താ, ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് സെറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണം. എന്നാലേ അതിനനുസരിച്ച് നമുക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കുള്ളൂ അല്ലേ. സോ ആദ്യം നമ്മൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അങ്ങനെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഓരോ സെക്ഷൻസിനും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിനും അവരവരുടേതായിട്ടുള്ള ഐഡിയാസ് വെച്ചിട്ട് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണം. ആൻഡ് ആ ഒബ്ജക്റ്റീവ് എന്തിലോട്ട് ലീഡ് ചെയ്യും, ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് അല്ലേ. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ആക്ഷൻ പ്ലാൻ. അപ്പോൾ ആഫ്റ്റർ ഡിസൈഡിങ് ദ ഒബ്ജക്റ്റീവ്സ്, നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ആക്ഷൻ പ്ലാനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം. നമ്മൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു, ഓക്കെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു, ഇനി അങ്ങനെ ഇരിക്കാൻ പറ്റുമോ, ഇല്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ പ്ലാൻ, എന്തൊക്കെ കാര്യങ്ങൾ അതിന് ചെയ്യണം എന്നുള്ളത് നമ്മൾ നോക്കണം അല്ലേ. അപ്പോൾ ദിസ് മേ റിക്വയർ അലൊക്കേഷൻ ഓഫ് സ്പെസിഫിക് റെസ്പോൺസിബിലിറ്റീസ് ടു ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഡിവിഷൻസ് ആൻഡ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട്, അതായത് ആക്ഷൻ പ്ലാൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനും സെക്ഷൻസിനും ഡിവിഷൻസിനും ഇൻഡിവിജ്വൽസിനൊക്കെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് അവിടെ അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ദെൻ പീരിയോഡിക് റിവ്യൂ ആണ് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത്. പീരിയോഡിക് റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്പീരിയറും സബോർഡിനേറ്റും തമ്മിൽ എന്ത് ചെയ്യും, ഇവിടെ ഒരു പീരിയോഡിക് മീറ്റിംഗ് നടത്തുകയും ആൻഡ് ആ ഓരോ സെക്ഷൻസിലെയും ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അസസ് ചെയ്യും എന്നുള്ളതാണ് കേട്ടോ. അസസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വിലയിരുത്തുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ പേഴ്സൺസ് അല്ലെങ്കിൽ ഏതെങ്കിലും എംപ്ലോയീസ് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഇവർക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയും അതിലെന്തെങ്കിലും പ്രോബ്ലംസ്, അതിനെന്തെങ്കിലും സൊല്യൂഷൻസ് ഇവർക്ക് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയൊക്കെ ചെയ്യും അല്ലേ. ദെൻ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പറഞ്ഞത് ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു, ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു ആൻഡ് അതിനാവശ്യമായിട്ടുള്ള ആക്ഷൻ പ്ലാൻ നമ്മൾ ഡെവലപ്പ് ചെയ്തു. പീരിയോഡിക് റിവ്യൂ എന്നുള്ള രീതിയിൽ എന്താണോ സുപ്പീരിയറും സബോർഡിനേറ്റും എന്ത് ചെയ്യാണ്, അവരുടെ സെക്ഷൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അവർ വിലയിരുത്തുന്നുണ്ട് അല്ലേ. അങ്ങനെ വിലയിരുത്തിയൊക്കെ കഴിഞ്ഞിട്ട് ദെൻ പെർഫോമൻസ് അപ്രൈസലിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം സംഭവിക്കുക. എല്ലാവരുടെയും പെർഫോമൻസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, പീരിയോഡിക്കലി ഇവാലുവേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദ സുപ്പീരിയർ ഷുഡ് ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് ഹിസ് സബോർഡിനേറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഡീവിയേഷൻ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡീവിയേഷൻസ് ഒക്കെ ഇവർ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് ആവശ്യമായിട്ടുള്ള കറക്ഷൻസ് ഉണ്ടാവും അല്ലേ. അതായത് അവർക്ക് ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ കൊടുക്കുകയും അത് തിരുത്താൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും പേഴ്സൺസിൻ്റെ പെർഫോമൻസ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റാൻഡേർഡിന് താഴെയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, പണിഷ്മെൻറ്റ് ചെയ്യും, അവരെ പണിഷ് ചെയ്യും. ഓക്കെ, ആരെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് ആണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അവർക്ക് ഇൻസെൻറ്റീവ്സോ റിവാർഡ്സൊക്കെ കൊടുക്കും. എന്താ ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറിക്ക് അഡീഷണലായിട്ട് എന്തെങ്കിലും അവർക്ക് പ്രൊവൈഡ് ചെയ്യുക അല്ലേ. അത് ചിലപ്പോൾ മോണിറ്ററി ആയിട്ടാവാം, അല്ലെങ്കിൽ എന്താവാം, നോൺ മോണിറ്ററി ആയിട്ടാവാം. അപ്പോൾ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും റിവാർഡ് കൊടുക്കുക. ഓക്കെ, ഇത്രയാണ് എന്തിൽ വരുന്നത്, സ്റ്റെപ്സിൽ വരുന്നത് കേട്ടോ. ഇതിൻ്റെ ബെനിഫിറ്റ്സ് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങളിതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. സബോർഡിനേറ്റ് കോപ്പറേറ്റ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ സെറ്റിംഗ് ഗോൾസ്. ഇവിടെ സബോർഡിനേറ്റ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഗോൾസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സബോർഡിനേറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ക്ലിയർ കട്ട് ടൈംസിലാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും,
ഇത് വളരെ പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ബിക്കോസ് എല്ലാവർക്കും മനസ്സിലായി എന്താണ് ഒബ്ജക്റ്റീവ് എന്നുള്ളത് അല്ലേ. പിന്നെ പ്ലാനിങ് എൻവിസേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഗിവൺ എ ചാൻസ് ഫോർ കൺട്രോളിങ് ഹിസ് ഓൺ പെർഫോമൻസ് ആൻഡ് പീരിയോഡിക് റിവ്യൂ ഓഫ് പെർഫോമൻസ് നടത്തുന്നത് കാരണം തന്നെ എംപ്ലോയീസൊക്കെ അവിടെ അവെയർ ആയിരിക്കും. ഇങ്ങനെ ഒരു ചെക്കിങ് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ റിവ്യൂ നടത്തുന്നുണ്ട്. ആ റിവ്യൂ നടത്തുന്നതിലൂടെ നമുക്ക് എന്താണ് ആ ഓർഗനൈസേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് അവിടുത്തെ പ്രോബ്ലംസ്, എന്തൊക്കെ സൊല്യൂഷൻസ് എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ലേ. പിന്നെ മോട്ടിവേഷന് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് പ്രൊവൈഡ് ഡെഫിനിറ്റ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്. പിന്നെ പറയുന്നത് ലിമിറ്റേഷൻസ് ആണ്. ലിമിറ്റേഷൻസിൽ പറയുന്നത് ഒരു ഈസി ടാസ്ക് ഒന്നുമല്ല അല്ലെ. ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര പ്രോബ്ലമാണ്. ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു റിസ്കി ടാസ്ക്കാണ് ആക്ച്വലി. എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് അതിൽ വന്നു കഴിഞ്ഞാൽ അത് ടോട്ടൽ ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങളെയാണ് ബാധിക്കുക അല്ലേ. സബോർഡിനേറ്റ് പാർട്ടിസിപ്പേഷൻ മെ നോട്ട് ബി ഫീസിബിൾ ഇൻ ആൾ ഓർഗനൈസേഷൻ. സബോർഡിനേറ്റിൻ്റെ പാർട്ടിസിപ്പേഷൻ MBOയിലുണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ. ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുമ്പോൾ സബോർഡിനേറ്റും സുപ്പീരിയറൊക്കെ അവർ കൂടി ആലോചിച്ചാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ അതെല്ലാ ഓർഗനൈസേഷനിലും നടന്നോളണമെന്നില്ല. ഓരോ ഓർഗനൈസേഷനും ഓരോ റൂളല്ലേ ഉണ്ടായിരിക്കുക. ആൻഡ് ദർ ഇസ് എ ഡേഞ്ചർ ഓഫ് റിജിഡിറ്റി ഇൻ MBO ടെക്നിക്സ് കേട്ടോ. MBO ടെക്നിക്സിൽ എന്തുണ്ട്, ഒരു സ്ഥിരത ഉണ്ട്. അതിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല. ചിലതിൽ ആ ഒരു സ്ഥിരതയിൽ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മേ ബി തയ്യാറാവില്ല. അതുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അപ്ഡേറ്റാണ്, ഫുൾ ടൈം ചേഞ്ചാണ്, ഡേ ബൈ ഡേ അല്ലെങ്കിൽ ടൈം ബൈ ടൈം എന്ന് പറഞ്ഞതിൻ്റെ മാതിരി ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ അത് കാരണം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് റിജിഡിറ്റി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡേഞ്ചർ തന്നെയാണ് കേട്ടോ. പിന്നെ എംഫസൈസ് ഷോർട്ട് ടൈം ഗോൾസ്. ഇത് മെയിനായിട്ട് എംഫസൈസ് ചെയ്യുന്ന എന്തിലോട്ടാ, ഷോർട്ട് ടൈം ഗോൾസിലോട്ടാ. നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കുന്നുണ്ടല്ലേ. ഇറ്റ് ഈസ് ഓൺലി സക്സസ്ഫുൾ ഇഫ് ദ ഒബ്ജക്റ്റീവ് ഓൾ സെറ്റ് ഇൻ മെഷറബിൾ ആൻഡ് വെരിഫയബിൾ ടേംസ്. അതായത് ഇത് സക്സസ് ആവുമ്പോൾ മാത്രമേ അറിയാവൂ ഈ ഒബ്ജക്റ്റീവ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ വെരിഫയബിൾ ടേംസിലൊക്കെയാണ് എന്നുണ്ടെങ്കിലാണ് എന്താവുള്ളൂ, ഇത് സക്സസ് ആവുള്ളൂ എന്നാണ് പറയുന്നത്. സോ ഇത്രയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് വരുന്നത്. MBOയിൽ വരുന്ന ലാസ്റ്റ് ടോപ്പിക്കാണ് സജഷൻസ് ടു ബിക്കം MBO മോർ എഫക്റ്റീവ്. നമുക്ക് MBO ഒന്നുകൂടെ എഫക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സജഷൻസ്, എന്തൊക്കെ നിർദ്ദേശങ്ങൾ അതിന് കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് സപ്പോർട്ട് ഫ്രം ദ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ MBO നടത്താൻ പറ്റില്ല. കാരണം ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനാണ് ഓർഗനൈസേഷനിൽ ഒബ്ജക്റ്റീവൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ മാനേജേഴ്സിന്. അപ്പോൾ അവരുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അറ്റൈനബിൾ ഒബ്ജക്റ്റീവ്സ്, നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അത് എന്ത് ചെയ്യാൻ പറ്റണം, അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒബ്ജക്റ്റീവ് ആയിരിക്കണം. ആൻഡ് പാർട്ട് ഓഫ് ദ ഫിലോസഫി ഓഫ് ദ മാനേജ്മെൻറ്റ്. അതായത് ഇറ്റ് ഷുഡ് നോട്ട് ബി കൺസിഡേർഡ് ആസ് എ അഡീഷണൽ വൺ. MBOന് പാർട്ട് ഓഫ് ദ ഫിലോസഫി ഓഫ് ദ മാനേജ്മെൻറ്റ്. MBO ഒരു അഡീഷണൽ വൺ ആണ് എന്നുള്ള ഒരു കൺസിഡറേഷൻ അല്ല അവിടെ കൊടുക്കേണ്ടത്. ഇറ്റ് ഷുഡ് നോട്ട് ബി കൺസിഡേർഡ് ആസ് എ അഡീഷണൽ വൺ. ഓക്കെ, പകരം എങ്ങനെ കൊടുക്കണം, ഇറ്റ് ഷുഡ് ബി കൺസിഡേർഡ് ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഫിലോസഫി. മാനേജ്മെൻറ്റ് ഫിലോസഫിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണെന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ദെൻ മോഡിഫിക്കേഷൻ ആൻഡ് റിവ്യൂ ഓഫ് MBO. The objectives of the organization should be modified and reviewed continuously. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മോഡിഫൈ ചെയ്യുക ആൻഡ് എന്ത് ചെയ്യുക, റിവ്യൂ നടത്തുക. എന്താ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മാറ്റങ്ങൾ വരുത്തുക കേട്ടോ. മോഡിഫൈ ചെയ്യാമെന്ന് കേട്ടിട്ടില്ലേ. ദെൻ നമ്മൾ പറയുന്നതാണ് ഗിവ് ഫോർമൽ ട്രെയിനിങ്. അതായത് ഓൾ പേഴ്സണൽ ഇൻവോൾവ്ഡ് ഷുഡ് ബി ഗിവൺ formal training to understand the objectives, methods to achieve the objectives, methods to review and evaluate the performance clearly. അതായത് പേഴ്സണൽ, ദാറ്റ് മീൻസ് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് പേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എംപ്ലോയി എന്നാണ് കേട്ടോ. പേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എംപ്ലോയി എന്നാണ് കേട്ടോ. അപ്പോൾ ഈ പേഴ്സണൽ, അതായത് നമ്മൾ എംപ്ലോയീസിന് എന്ത് ചെയ്യണം, ഫോർമൽ ട്രെയിനിങ് കൊടുക്കണം. അതായത് ഇപ്പോൾ എങ്ങനെയാണ് ആ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാവണമെങ്കിൽ എന്തൊക്കെ മെത്തേഡ്സാണ് നമ്മൾ ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ആൻഡ് നമ്മൾ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് റിവ്യൂ നടത്തുന്നില്ലേ, അങ്ങനെ ആ റിവ്യൂ ഒക്കെ എന്ത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പെർഫോമൻസ് നമ്മൾ ക്ലിയർ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ട്രെയിനിങ് ആർക്ക് പ്രൊവൈഡ് ചെയ്യണം, എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യണം. ഇത് നമ്മൾ പറയുന്നതാണ് മാനേജീരിയൽ റോൾ എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷനിലെ ഒട്ടുമിക്ക കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത് ആരായിരിക്കും, അവിടെയുള്ള മാനേജീരിയൽ പേഴ്സൺസ് ആയിരിക്കും അല്ലേ. അപ്പോൾ അവർക്കാണത് മാനേജ് ചെയ്യാനുള്ള ഡ്യൂട്ടീസ് കൊടുത്തിട്ടുള്ളത്. സോ
ഈ മാനേജറിയൽ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. മാനേജറിയൽ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീറ്റർ എഫ് ഡ്രക്കറിൻ്റെ അഭിപ്രായത്തിൽ ദ മാനേജർ ഹാസ് എ ടാസ്ക് ഓഫ് ക്രിയേറ്റിംഗ് ട്രൂ ഹോൾ ദറ്റ് ഈസ് ലാർജർ ദാൻ ദ സം ഓഫ് ഇറ്റ്സ് പാർട്ട്, എ പ്രൊഡക്റ്റീവ് എൻറ്റിറ്റി ദറ്റ് ടേൺസ് ഔട്ട് മോർ ദാൻ ദ സം ഓഫ് റിസോഴ്സസ് പുട്ട് ഇൻ ടു ഇറ്റ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ അവിടെ ഓർഗനൈസേഷൻ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ആരാവശ്യമാണ്? മാനേജേഴ്സ് ആവശ്യമാണ്. മാനേജേഴ്സ് ആർ ദ പീപ്പിൾ ഹു ഗൈഡ് ദ ഡെസ്റ്റിനി ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ എങ്ങനെ പോകണം, എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ മാനേജേഴ്സാണ് അല്ലേ. അവരായിരിക്കും പ്ലാൻ മേക്ക് ചെയ്യുക, ഓർഗനൈസേഷനെ ബിൽഡ് ചെയ്യുക മീൻസ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിനെയും ഓർഗനൈസ് ചെയ്യാം, അതിൻ്റെ പ്ലാനിനനുസരിച്ച് എംപ്ലോയീസിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ മോട്ടിവേറ്റ് ചെയ്യാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മാനേജേഴ്സാണ് അല്ലേ. അപ്പോൾ മാനേജറിയൽ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ മാനേജറാണ് ഈ പീറ്റർ എഫ് ഡ്രക്കറിൻ്റെ അഭിപ്രായത്തിൽ മാനേജറാണ് ഒരു ഓർഗനൈസേഷനിലെ എല്ലാ കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് മാനേജേഴ്സ് എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് മാനേജേഴ്സിൽ പ്രധാനമായിട്ടും നമ്മൾ +2 ലെവലിൽ പഠിച്ചിട്ടുള്ള ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് ലൈൻ മാനേജേഴ്സ് എന്ന് പറയുന്നത് ലോവർ ലെവലിൽ ഇൻവോൾവ് ആയിട്ടുള്ള മാനേജേഴ്സിനെയും, മിഡിൽ ലെവൽ മാനേജേഴ്സ് എന്ന് പറയുന്നത് മിഡിൽ ലെവൽ മാനേജേഴ്സ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സിനെയും, ടോപ്പ് മാനേജേഴ്സ് എന്ന് പറയുന്നത് ചീഫ് എക്സിക്യൂട്ടീവ്, CEO, CFO, GM, MD ഇവരൊക്കെയാണ് ടോപ്പ് മാനേജേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വി ക്യാൻ സീ ദ ടോപ്പ് മാനേജ്മെൻറ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ, ചീഫ് സെയിൽസ് ഓഫീസർ, ചീഫ് ടെക്നോളജി ഓഫീസർ, പ്രസിഡൻറ്റ്, മാനേജിംഗ് ഡയറക്ടർ. ആൻഡ് മിഡിൽ മാനേജ്മെൻറ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് ഫങ്ഷണൽ ഹെഡാണ്. ആക്ച്വലി ദറ്റ് മീൻസ് നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഹെഡ്. മാർക്കറ്റിംഗ് മാനേജർ, പർച്ചേസ് ഹെഡ്, സെയിൽസ് മാനേജർ, ഓപ്പറേറ്റിംഗ് മാനേജർ, ബ്രാഞ്ച് മാനേജർ, ഫൈനാൻസ് മാനേജർ. ദെൻ ലോവർ ഓപ്പറേഷൻ ഓർ ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൽ ദാറ്റ് മീൻ ഫസ്റ്റ് ലൈൻ മാനേജേഴ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് സൂപ്പർവൈസർ, ഫോർമാൻ, ജൂനിയർ മാനേജർ, ഇൻസ്പെക്ടർ, ക്ലർക്ക്. ഇത്രയാണ് കേട്ടോ നമ്മുടെ ഈ ടൈപ്സ് ഓഫ് മാനേജേഴ്സിൽ വരുന്നത്. ഈ ഒരു പിരമിഡ് ഷേപ്പ് പോലെ നിങ്ങൾ പ്രസൻറ്റ് ചെയ്താൽ മതി. ദെൻ ഫങ്ഷണൽ മാനേജേഴ്സിനെ പറ്റിയിട്ടാണ് നെക്സ്റ്റ് നോക്കുന്നത്. ഫങ്ഷണൽ മാനേജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അല്ലെങ്കിൽ മിഡിൽ ലെവൽ മാനേജേഴ്സിനെയാണ് നമ്മൾ ഫങ്ഷണൽ മാനേജേഴ്സ് എന്ന് പറയുന്നത്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഹെഡിനെയാണ് ആ ഫങ്ഷണൽ മാനേജേഴ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. പ്രൊഡക്ഷൻ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രൊഡക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്ന ആളാണ് പ്രൊഡക്ഷൻ മാനേജർ എന്ന് പറയുന്നത്. ഫൈനാൻഷ്യൽ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനാൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഡിസൈഡ് ചെയ്യുന്നത്. ദെൻ മാർക്കറ്റിംഗ് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഓർഗനൈസേഷൻ്റെ സെയിൽസ് ആൻഡ് അവിടെ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് മിക്സ്, പ്രൊമോഷൻ മിക്സ്, പ്രൈസ് മിക്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നതാണ് മാർക്കറ്റിംഗ് മാനേജർ. ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷനിലെ HR ദാറ്റ് മീൻസ് എംപ്ലോയീസിനെ കുറിച്ചിട്ട് അവിടെ നടക്കുന്ന റിക്രൂട്ട്മെൻറ്റ്, ട്രെയിനിങ് ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ HR മാനേജേഴ്സ് ആയിരിക്കും. ദെൻ ലൈൻ ആൻഡ് സ്റ്റാഫ് മാനേജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് ഓർഗനൈസേഷനിലെ മാനേജേഴ്സിനെ ലൈൻ മാനേജേഴ്സ് എന്നും സ്റ്റാഫ് മാനേജേഴ്സ് എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ലൈൻ മാനേജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് മാനേജ്ഡ് ബൈ വൺ മാനേജർ. ദേ ആർ നോൺ ആസ് ലൈൻ മാനേജർ. Okay, but the lane manager is responsible for the entire work of his department. He is accountable to the top management. അതായത് ഈ ലൈൻ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാനേജർ ഉണ്ടായിരിക്കും. ആ ഒരു മാനേജറാണ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ആക്ടിവിറ്റീസും ഡിസൈഡ് ചെയ്യുന്നത്. അയാളെയാണ് ലൈൻ മാനേജർ എന്ന് പറയുക. ആൻഡ് സ്റ്റാഫ് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ് ഡ്യൂട്ടി ഈസ് ടു അസിസ്റ്റ് ലൈൻ മാനേജേഴ്സ് ഫോർ ഡിസ്ചാർജിങ് ഡ്യൂട്ടീസ്. അതായത് ലൈൻ മാനേജേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്ന ഡ്യൂട്ടിയുള്ള മാനേജേഴ്സിനെയാണ് സ്റ്റാഫ് മാനേജേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് അവരെന്ത് ചെയ്യും? മാനേജേഴ്സിന് അവരുടെ പെർഫോമൻസിൽ എന്ത് ചെയ്യും? അവർക്ക് ആവശ്യമായിട്ടുള്ള അഡ്വൈസൊക്കെ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ മാനേജീരിയൽ റോൾസ് ആണ്. മിൻസ്ബർഗ് സജസ്റ്റ് ചെയ്തിട്ടുള്ള മാനേജീരിയൽ റോൾസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നെക്സ്റ്റ് വരുന്നത്. അത് ഇൻ്റർപേഴ്സണൽ റോൾ, ഇൻഫർമേഷണൽ റോൾ ആൻഡ് ഡിസിഷൻ റോൾ എന്നിങ്ങനെ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൽ ഇൻ്റർപേഴ്സണൽ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റോൾ റിലേറ്റ്സ് ടു ഹിസ് കോണ്ടാക്റ്റ് ആൻഡ് ഡീലിങ്സ് വിത്ത് അതർ പീപ്പിൾ. അതായത് മറ്റൊരു പീപ്പിൾസുമായിട്ട്, മറ്റ് ആളുകളുമായിട്ട് അവരുടെ ഡീലിങ്സ്. പേഴ്സണൽ റോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് പീപ്പിൾസുമായിട്ട് ഉള്ള ഒരു ഡീലിങ്സ് ആൻഡ് അവരുമായിട്ടുള്ള കോണ്ടാക്ട്സ് ആണ്
എന്തെന്ന് പറയുക ഇൻ്റർപേഴ്സണൽ റോൾസ് എന്ന് പറയുന്നത്. പേഴ്സണൽസ് തമ്മിലുള്ള ആ ഒരു കോണ്ടാക്ട്സ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഡീലിങ്സ് അതിനെയാണ് ഇൻ്റർപേഴ്സണൽ റോൾസ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിൽ തന്നെ 3 കാര്യങ്ങൾ വരുന്നുണ്ട്. ഫിഗർ ഹെഡ് റോള്, ലീഡർഷിപ്പ് റോള്, ലൈസൺ റോള്. ഫിഗർ ഹെഡ് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷനിലെ പ്രസിഡൻറ്റ്, MD, CEO ഇവർക്കൊക്കെ നമ്മളൊരു സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ടാവും അല്ലേ. ഇങ്ങനെ ഒരു ഓർഗനൈസേഷനിൽ സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുത്തിട്ടുള്ളവരെയാണ് എന്തെന്ന് പറയുക ഫിഗർ ഹെഡ് റോൾ എന്ന് പറയുക. അപ്പോൾ ഇവർക്ക് എന്തുണ്ടായിരിക്കും, അതിനനുസരിച്ചിട്ടുള്ള പവറും അതോറിറ്റിയൊക്കെ ഇവർക്കുണ്ടായിരിക്കും. ദെൻ ലീഡർഷിപ്പ് റോളാണ് ഇതിലൂടെ പറയുന്നത്. ഇവിടെ മാനേജർ അദ്ദേഹത്തിൻ്റെ എംപ്ലോയീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഇങ്ങനെയാണ് അവർ വർക്ക് ചെയ്യേണ്ടത്. ആൻഡ് അവരിടയ്ക്ക് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കും, എങ്ങനെയൊക്കെ അവർ വർക്ക് ചെയ്യണം, എന്താണ് അവർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കും. ആൻഡ് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് അതിലോട്ട് അവരെ എത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ദെൻ ലൈസൺ റോൾ. ലൈസൺ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇദ്ദേഹം മറ്റുള്ള ആളുകളുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉള്ള ആളാണ് ലൈസൺ റോൾ അല്ലെങ്കിൽ ലൈസൺ മാനേജേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇവർ ഒരു ഡിപ്പാർട്ട്മെൻറ്റും മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റും തമ്മിലുള്ള റിലേഷൻ നിലനിർത്തുന്നുണ്ട്. ടോപ്പ് മാനേജ്മെൻറ്റും ആൻഡ് ഫസ്റ്റ് ലൈൻ മാനേജേഴ്സും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, നിലനിർത്തുന്നുണ്ട്. സോ ഹി പ്ലേസ് ദിസ് റോൾ ടു മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻസ് വിത്ത് അതേഴ്സ്. ഓക്കെ. ദെൻ ഇൻഫർമേഷണൽ റോൾസ് ആണ്. അപ്പോൾ ഇൻഫർമേഷണൽ റോൾസിലും ഇവർ ഫിഗർ ഹെഡ്, ലൈസൺ ഓഫീസർ ആൻഡ് ലീഡർ റോൾ പോലെ തന്നെയാണ്. ആൻഡ് ഹി ഈസ് ഏബിൾ ടു ഗെറ്റ് റെലവൻറ്റ് ഇൻഫർമേഷൻ. ഇൻഫർമേഷണൽ റോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവർ ഔട്ട്സൈഡേഴ്സുമായിട്ടും ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള പീപ്പിൾസുമായിട്ടൊക്കെ ഇവർക്ക് കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കും. ആൻഡ് ഇവരെന്ത് ചെയ്യാണ്, ഓർഗനൈസേഷനെ പറ്റിയിട്ട് ഇവരെന്ത് ചെയ്യും, ആ ഒരു ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാണ് ചെയ്യുക. ആസ് എ മാനേജർ ഹി റിസീവ്സ്, കളക്ട് ആൻഡ് ഡിസെമിനേറ്റ്സ് ദ ഇൻഫർമേഷൻ. ഇൻ അതർ വേർഡ്സ് ഹി ആക്ട് ആസ് എ മോണിറ്റർ ഓഫ് ഇൻഫർമേഷൻ, ഡിസെമിനേറ്റർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് സ്പോക്സ് പേഴ്സൺ. ദെൻ മോണിറ്റർ ഓഫ് ഇൻഫർമേഷൻ ആണ് ഇതിൽ വരുന്ന സബ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. മോണിറ്റർ ഓഫ് ഇൻഫർമേഷൻ, ഡെസിമിനേറ്റർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് സ്പോക്സ് പേഴ്സൺ. ഇതിൽ മോണിറ്റർ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് വൈഡ് വെറൈറ്റി ഓഫ് കറണ്ട് ഇൻഫർമേഷൻസ് ലഭിക്കുന്നുണ്ടായിരിക്കും അല്ലേ. ആ കറണ്ട് ഇൻഫർമേഷൻസിനെ ഇവർ നമ്മുടെ ഓർഗനൈസേഷൻ്റെ കറണ്ട് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷനെ റീസ്ട്രക്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആസ് എ ലൈസൺ ഓഫീസർ ഹി ക്യാൻ കളക്ട് സ്പെഷ്യൽ ഇൻഫർമേഷൻ ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓക്കെ. ഡിസിമിനേറ്റർ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻഫർമേഷൻസ് ഒക്കെ ശേഖരിച്ച് കഴിഞ്ഞതിന് ശേഷം അതെന്ത് ചെയ്യും, സബോർഡിനേറ്റ്സിനോട് ഡിസ്പേഴ്സ് ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ ഇത്തരത്തിൽ കളക്ട് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഇൻഫർമേഷന് എന്ത് ചെയ്യും, ഇവരെ ട്രാൻസ്മിറ്റഡ് ടു കൺസേൺഡ് ഒഫീഷ്യൽ ഫോർ നെസസറി ആക്ഷൻ. സ്പോക്സ് പേഴ്സൺ എന്ന് പറയുന്നതിലൂടെ പറയുന്നത് ഇവർക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസിനെ ഇവർ സബോർഡിനേറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആൻഡ് മാത്രമല്ല ഈ ഒരു ഇഷ്യൂ അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് ആരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണോ ആൻഡ് അവർക്കും ഇവരെന്ത് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇവർ ഓർഗനൈസേഷനിലും ഓർഗനൈസേഷൻ്റെ ഇൻസൈഡിലും ആൻഡ് ഔട്ട്സൈഡിലും ഇവരെന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ദെൻ ഡെസിഷണൽ റൂൾസ് ആണ്. ഡെസിഷണൽ റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിഷൻ മേക്കിംഗ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് മാനേജേഴ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഡെസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ഓർഗനൈസേഷൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫങ്ഷനാണ് അല്ലേ. അപ്പോൾ ഹി ഒക്യുപ്പൈസ് സെൻട്രൽ പൊസിഷൻസ് ഇൻ ദ ഓർഗനൈസേഷൻ. മാനേജേഴ്സ് ഡിസിഷൻ മേക്കേഴ്സ് എന്ന രീതിയിൽ അവർ ഡിഫറെൻറ്റ് റോൾസ് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്നതാണ് ഓൺട്രപ്രണോറിയൽ റോൾ, സ്റ്റെബിലൈസർ റോൾ, റിസോഴ്സ് അലൊക്കേറ്റർ റോൾ ആൻഡ് ഇൻട്രാക്ടർ റോൾ. ഓൺട്രപ്രണോറിയൽ രീതിയിൽ അദ്ദേഹം ഇന്നോവേറ്റീവ് ഐഡിയാസ് കണ്ടെത്തുകയും ആൻഡ് അവിടെയുള്ള വർക്ക്സിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ വർക്ക്സിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സ്റ്റെബിലൈസർ റോൾ എന്നുള്ളതിലൂടെ ഉദ്ദേശിക്കുന്നത് ഡിസിഷൻ മേക്കിംഗ് റോളാണ്. സ്റ്റെബിലൈസർ എന്നുള്ള റോളിലൂടെ ചെയ്യുന്നത് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഡിസിഷൻ മേക്കിങ്ങിലെല്ലാം എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാണ് ചെയ്യുന്നത്. റിസോഴ്സ് അലൊക്കേറ്റർ എന്ന് പറയുന്നത് റിസോഴ്സസ് ഏത് രീതിയിൽ അലൊക്കേറ്റ് ചെയ്യണം, എങ്ങനെ അലൊക്കേറ്റ് ചെയ്യണം, ഓർഗനൈസേഷൻ എഫിഷ്യൻ്റ് ആൻഡ് എഫക്റ്റീവ് ആവുന്ന രീതിയിൽ എങ്ങനെ അലൊക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ഡിസൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇൻട്രാക്ടർ റോൾ എന്ന് പറയുന്നത് ഇവിടെ ഒരു നെഗോഷിയേറ്റർ റോളാണ് അദ്ദേഹം ഡീൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റു ആളുകളുമായിട്ട് അദ്ദേഹം ഇൻട്രാക്ട് ചെയ്തിട്ട് ഒരു നെഗോഷിയേഷൻ നടത്തിയിട്ട്, ദാറ്റ് മീൻസ് ഒരു ചർച്ച നടത്തിയിട്ട് അതിൻ്റെ സൊല്യൂഷൻസും കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഇൻട്രാക്ടർ റോളിലൂടെ പറയുന്നത്. ഓരോ ലെവലുമായിട്ടും ഇൻട്രാക്ട് ചെയ്യുകയും ആൻഡ് ആൾസോ ഓരോ അവിടെയുള്ള ഇഷ്യൂസിനെയൊക്കെ
നെഗോഷിയേറ്റ് ചെയ്യുകയും അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദസ് ദ മാനേജർ പ്ലേസ് 10 types of roles in any organization. All the 10 roles are interconnected. If any one role is neglected, it will retard the development of the organization. സോ ഇതിലൂടെ നമ്മുടെ തേർഡ് ചാപ്റ്ററിലൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് കമൻറ്റ് ബിലോ ഓർ